ജീവിതം മാറ്റിവെച്ച വ്യക്തിത്വമാണ് കൊല്ലം പെരുമ്പുഴ. എനിക്ക് കിട്ടുന്നതായ ഈ വിമൻസ് ഡേയിൽ കിട്ടുന്നതായ അവസരം നമുക്ക് ആർക്കാണെങ്കിലും ഓരോ അവസരങ്ങൾ കിട്ടിയാലും നമ്മൾ പാഴാക്കാതെ ഇരിക്കാം. ഈ ബിൽഡിംഗിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ അതൊരു 30 വർഷത്തോളമായി. പെരുമ്പുഴ എല്ലാം അറിയാമല്ലോ. ഞങ്ങൾ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ട് നിങ്ങളെ. നേരത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് 14 പേരെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഇത്. എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ. ഇന്ന് മാർച്ച് 8 അപ്പം ഒരു വിമൻസ് ഡേയും കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ വിമൻസ് ഡേ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മാറ്റങ്ങൾ അനിവാര്യമാണ്, ഉണ്ട്. എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് ഇന്ന് അതിയായ പ്രാധാന്യമുണ്ട്. അവരുടെ വ്യക്തിമുദ്ര ഇന്ന് പതിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ മേഖലകളിലും. അപ്പം എനിക്കും ഇന്നൊരു ആദരവുണ്ട്. അപ്പം അത് കലയപുരം ആശ്രയയിലാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങൾ പോകുന്ന വഴിയിൽ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പം ഞങ്ങൾ ആശ്രയയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആശ്രയയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് 11 മണിക്ക് ഇവിടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക്. അപ്പം ഇവിടെ ഉള്ളതൊക്കെ കാണിക്കാനായിട്ട് നമ്മുടെ കൂടെ ഒരു സോഷ്യൽ വർക്കറേയും കൂടെ നമ്മുടെ ഒപ്പം വിട്ടിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരത്തെയാണ് ഇതെല്ലാം കാണിച്ചു തരുന്നത്. നമുക്കറിയത്തില്ലല്ലോ. അപ്പം അമ്മ കണ്ടിട്ട് വരാം. എവിടുന്ന്? ട്രിവാൻഡ്രം 14 പേരെ ഏറ്റെടുക്കുന്നത്. അപ്പം ഈ ഇടയ്ക്കൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നല്ലേ, മെഡിക്കൽ കോളേജിൽ നിന്ന് 14 പേരെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഇത്. ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ ആദരിക്കലിനെ വിളിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരെയും ഒന്ന് കണ്ടിട്ടൊക്കെ പോകാം. ക്രിസ്തുവിൻ്റെ സ്ഥലം എവിടെ? ഇവിടെ ഒരു 3 വീട്. ഇത് നമ്മൾ ഇത് സെല്ലാണ്. ഇത് നമ്മൾ ആദ്യമായിട്ട് ഒരു പേഷ്യൻറ്റിനെ ഏറ്റെടുക്കുമ്പോഴത്തേക്കിന് ഇവിടെ വന്നിട്ട് ക്ലീൻ ചെയ്ത് പേഷ്യൻ്റ് നമ്മളോട് കോപ്പറേറ്റീവ് ആണോ അതെന്നൊക്കെ നോക്കിയിട്ട് ആണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് വിടുക. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ഥലം. ഇത് ഈ ഇവിടുത്തെ കെയർടേക്കറാണ്. ഇത് നമ്മുടെ സെല്ലാണ്. വയലൻ്റ് ആകുമ്പോൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കുകയല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ആൾക്കാരാണ് ഇവരൊക്കെ ഇപ്പോൾ കിടന്ന് തിരിച്ച് ഓടിപ്പോയാൽ തിരിച്ച് വരാൻ അറിയത്തില്ല. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. പിന്നെ കുറച്ച് പേരുണ്ട് നമുക്ക് ഒട്ടും മാനേജബിൾ അല്ലെന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇടും. കുറച്ച് ദിവസം കഴിഞ്ഞ് മരുന്നും ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിയുമ്പോൾ ഇറക്കി വിടും. ഇത് മുഴുവൻ സൈക്യാട്രിയാണ്. ഇതും നമ്മൾ തൊട്ട് താഴെ കണ്ടായിരുന്നവരും സൈക്യാട്രി. ബഹളമൊന്നും ഉണ്ടാക്കത്തില്ല ഇവിടെ? ബഹളം ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് മരുന്ന് കൊടുക്കുകയും പിന്നെ നമ്മളോട്ട് കോപ്പറേറ്റീവായിട്ട് നിൽക്കും. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. എല്ലാം കൂടെ കൂട്ടി ഒരു 1500 പേരോളം ഉണ്ട്. ഇത് ഓൾഡ് ഏജ് തന്നെയാണ്. നമ്മൾ മേളിൽ കണ്ടത് സൈക്കോ സോഷ്യൽ എന്ന് പറയും. അതായത് സൈക്യാട്രി ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയാണ്. ഇത് ഓൾഡ് ഏജ് ആണ്. തൊട്ട് താഴെ നിൽക്കുന്നത് നമ്മൾ പാലിയേറ്റീവ് എന്നാണ്. അങ്ങനെ നമ്മൾ 4ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിൽഡ്രൻ്റെ സെക്ഷനാണ് നമുക്ക്. പിന്നെ നമ്മളിവിടെ ഡി അഡിക്ഷൻ പേഷ്യൻസും ഉണ്ട് നമുക്ക്. അങ്ങനെയാണ്. ഇങ്ങനെ ഓരോ വാർഡ് ഓരോ സെല്ലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. തന്നെ ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്ത ആൾക്കാർക്ക് നമ്മളുണ്ട്. നമ്മൾ മീൻസ് കെയർടേക്കേഴ്സിനെ നിർത്തിയിട്ടുണ്ട്. അവരെ കൊണ്ട് ചെയ്യും. പിന്നെ കുറേശ്ശെ ആവുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും. ഇവർ തന്നെ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓരോ ഇവിടെ എല്ലായിടത്തും കെയർടേക്കറിനെ വെച്ചിട്ടുണ്ട്. അവർ ഡ്രസ്സിങ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ക്ലീനിങ് കാര്യങ്ങളെല്ലാം നോക്കും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ സെറ്റായിട്ട്. സ്ഥലം എവിടെ? കൊട്ടാരക്കര. പിന്നെ അറിയാം. ചെറിയ പെരുമ്പുഴ. എല്ലാം അറിയാമല്ലോ. ഫുഡാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും കറക്റ്റ് സമയത്ത് നമ്മളിവിടെ കെയർടേക്കറിനെ വെച്ചിട്ടുണ്ട്. ആൾ
ആൾക്കാരുടെ അടുത്ത് ഭക്ഷണമൊക്കെ മയ്യത്ത് കോമൺ ആയിട്ട് നമുക്ക് ഡൈനിങ് ഹാളുണ്ട്. എല്ലായിടത്തും കുറച്ച് ആൾക്കാർക്ക് വയ്യാഴികയുണ്ട്. അപ്പം നമ്മൾ എല്ലായിടത്തുമായിട്ട് വീണ്ടും ഫുഡ് ഇവിടെ സപ്ലൈ ചെയ്യും. ഓരോ സെല്ലുകളിലായിട്ട് സപ്ലൈ ചെയ്യും. അങ്ങനെയാണ് ഫുഡ് ഇവിടെ സെർവ് ചെയ്യുന്നത്. ഞങ്ങൾ സോഷ്യൽ വർക്കേഴ്സ് ഒരു 12 പേരോളം ഉണ്ട്. കെയർ ടേക്കേഴ്സ് ഒരു 10-12 അതിക്കുള്ള. നഴ്സുമാരും 24 മണിക്കൂറും നഴ്സുമാരുണ്ട്. ഡേ ആൻഡ് നൈറ്റ് ഷിഫ്റ്റ് പോലെ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് തന്നെയാണ്. ഒക്കെ പോകാൻ പറ്റത്തോട്ടൊക്കെ നമ്മൾ ഇതുവഴി ഇറക്കി വെക്കും. നടക്കാവുന്നവർക്കും കുഴപ്പമില്ലാത്തവരെ നമ്മൾ വയലൻ്റ് അല്ല, നമ്മൾ കുഴപ്പമില്ലാത്തവരെല്ലാവരും ഇറക്കും. ഇവരെല്ലാവരും വരും. ഇവർ 12 മണിയാകുമ്പോഴത്തേക്കും മീറ്റിംഗ് ഉണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് ഇതുപോലെ ഓരോ ദിവസവും എല്ലാ ദിവസവും പ്രോഗ്രാംസ് ഉണ്ട്. സ്കൂൾ കുട്ടികൾക്ക് നമുക്ക് വിസിറ്റ് ഉണ്ട്. അങ്ങനെ ആ വിസിറ്റ് വരുമ്പോൾ നമ്മൾ പ്രയർ ഹോളിൽ കൊണ്ടുപോകും. അവരുടെ ഡാൻസ് പ്രോഗ്രാം നമ്മളിങ്ങനെ സ്പെഷ്യൽ ഡേയ്സിന് നമ്മൾ പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ്. ഇവിടെയാണ് നമ്മളെല്ലാം ഫുഡ് ഉണ്ടാക്കുന്നത്. ഇനി ഇവിടെ അടുത്ത് ചോറ് വയ്ക്കുന്നത് ഈ സ്റ്റീം മുഖേനയാണ്. സ്റ്റീം മുഖേന ഇതിനകത്ത് വെള്ളം നിറയ്ക്കുക, ആ വെള്ളം നീരാവി കൊണ്ട് അവിടെ ചോറാണ്. അപ്പോൾ അതിനകത്ത് നിറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ചോറ് വെന്തോന്ന് നോക്കണം. നമ്മൾ കൈ കൊണ്ട് നോക്കി അറിയത്തുള്ളൂ. വെള്ളം ഊറ്റാനുള്ള സംവിധാനമുണ്ട്, കാണിക്കാം. അങ്ങോട്ട് ചെന്ന് ഇങ്ങോട്ട് മറിക്കുക. പിന്നെ ഇവിടെ നമ്മുടെ ഇപ്പോൾ സാമ്പാറായി, ഇത് അതേ ഇപ്പോൾ റെഡി ആയി. ഇതിനകത്ത് തോരനും തീരും അങ്ങനെ പൊക്കോണ്ടിരിക്കും. അത് ഗ്യാസിലല്ല. നിങ്ങളാണ് ഇവിടുത്തെ സ്ഥിരം പാചകം? ആണല്ലേ. ഭാര്യയാണ്. നിങ്ങൾ ഇവിടെ തന്നെ ഉള്ള കലവരം തന്നെയാണോ? അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കുടിച്ചിട്ടിരിക്കുന്നുണ്ട്. അയ്യത്തെ നമ്മൾ പിന്നെ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. മോളൊക്കെ കുഴപ്പമില്ല. മോനൊരു ആക്സിഡന്റ് മരിച്ചു പോയി. ഞങ്ങൾ വീട്ടിൽ ഇരിക്കേണ്ട ചൊല്ലി ഇങ്ങോട്ട് ചോറ് വെക്കുന്നത് അവിടെ. നമ്മൾ ഇതിനകത്താണ് അതിൻ്റെ പരിപാടി. അതിനകത്ത് വെള്ളത്തിൻ്റെ ലെവലായി കാണിച്ചേക്കും. ആ തീ ഇടുമ്പോൾ പാത്രത്തിനകത്ത് നീരാവിയായിട്ട് അവിടെ പോകും. അങ്ങനെയാണ് ഇതിൻ്റെ പവർ. ഇതിനു വേണ്ടി നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഇത് തന്നെ. ഇതിലെപ്പോൾ ഇഡ്ഡലിയും പലഹാരങ്ങളും എല്ലാം കൂടെ ഇപ്പോൾ സ്റ്റീം ആവുന്നുണ്ട്. പുതിയ ബിൽഡിങ്ങിൻ്റെ പണിയാണ്. ഏത്? അത് 50,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് പണിയാണ്. ഇതിനകത്ത് കിടക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഇതിനകത്ത് അതിലത്തെ ബിൽഡിംഗ് എല്ലാം കഴിഞ്ഞു. മേലോട്ടുള്ള പില്ലറിന് ഇതിപ്പോൾ നമ്മൾ ചോറ് ഊറ്റി വെച്ചേക്കാം. ഇതിനകത്ത് 40 കിലോ അരിയുടെ ചോറാണ്. ഒരു നേരം 80 കിലോ അരിയുടെ ചോറ്. അതിപ്പോൾ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതൊക്കെ വേകുമ്പോൾ ഇതിലെല്ലാം ഇങ്ങോട്ട് ഞാനിൽ പിടിക്കുമ്പോൾ ഇതിനകത്ത് കൊട്ടയ്ക്കകത്ത് തട്ടും. എല്ലാം കൊള്ളാം അല്ലേ പരിപാടികൾ? സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിനകത്ത് ഇഡ്ഡലി പുട്ടായിരുന്നു രാവിലെ. പുട്ടും കടലയായിരുന്നു. അതിനകത്ത് തന്നെ തട്ടിനകത്ത് കോരി വെക്കാം. പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലിക്ക് അതിനകത്ത് തട്ടിനകത്ത് തന്നെ പുതിയുണ്ട്. പെട്ടെന്ന് കഴിയും. 3000 ഇഡ്ഡലി 1.5 മണിക്കൂർ. നമ്മളിതിനകത്ത് അങ്ങ് പേപ്പർ വെച്ചിട്ട് കോരി ഒഴിക്കുക. പെട്ടെന്ന് ആവി വരും. 4 തട്ട അടുക്കുക. എന്നിട്ട് അതങ്ങ് അടയ്ക്കുമോ? ഇതങ്ങ് അടയ്ക്കും. ഇതൊക്കെ ആകുമ്പോഴത്തേന് അവിടെ സ്റ്റീം പോലും കയറും. 4, 8, 12ാമത്തെ ആകുമ്പോഴത്തേന് ഇത് വെന്ത് കഴിയും. പെട്ടെന്ന് ഇത് നമുക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള മോരാണ്. 11 മണിയാകുമ്പോൾ ചിലർക്കൊന്നും വേണ്ട. ചിലർ കുടിക്കുന്ന വല്യമ്മമാർക്കെല്ലാം കൊടുക്കാനാണ്. വല്യമ്മമാരും വല്യപ്പന്മാരും എല്ലാം കുടിക്കും. ക്ഷീണത്തിന് നല്ലതാണ് ഈ മോര്. അതിപ്പോൾ എല്ലാ ദിവസവും ഉണ്ട്. ചൂടായപ്പോൾ മുതൽ നല്ല ഇതായിട്ട് അവിടെ കുടിക്കുക. അതിനെക്കൊണ്ടൊന്നും വരുമാനമൊന്നും അതിനെക്കൊണ്ടൊന്നും സാറ് ഇങ്ങനെയൊക്കെയോ മറിച്ചൊക്കെ ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കും. ഇത് ഡൈനിങ് ഹാളാണ്. എല്ലാവരും ഇവിടെ വന്നിരിക്കുമോ? നടക്കാവുന്നവർ ഇവിടെ വരും. കോമൺ ആയിട്ട് ഉള്ള ഡൈനിങ് ഹാളാണ്. ആഹാരത്തിന് നിൽക്കാൻ പാടില്ല. കാണിച്ചു കഴിഞ്ഞാൽ ചന്ദ്രമെല്ലാം വന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കസേര വറക്കിടാനും കഴുകാനും എടുക്കാനും പല പരിപാടി ചെറിയ അരിയാന് അങ്ങനെ മെയിനായിട്ട് അങ്ങോട്ടുള്ളതും
നമ്മൾ അങ്ങനെ ചെയ്യും. ഞങ്ങൾ കൊല്ലം കുണ്ട്ര. അറിയാവുന്ന സ്ഥലം. ഇവർ തന്നെ ക്ലീനിങ് അങ്ങനത്തെ ഡ്യൂട്ടീസേ നമ്മൾ കൊടുക്കുള്ളൂ. പ്ലേറ്റ് ഇപ്പം എല്ലായിടത്തും കൂടെ നിരത്തും അങ്ങനെയൊക്കെ ചെയ്യും. ഇവിടെ സ്റ്റാഫൊക്കെ എത്ര പേരുണ്ട്? സ്റ്റാഫ് നമുക്ക് ഒരു നഴ്സുമാരൊരു 10-30 പേരോളം ഉണ്ട്. പിന്നെ സോഷ്യൽ വർക്കേഴ്സാണ് 12 പേര്. ജസ്റ്റ് കാണിച്ചു പോയി. ഇത് ഫീമെയിൽ വാർഡാണ്. അല്ലല്ല, ഇവർ തന്നെയായിട്ടാണ് തുടങ്ങുന്നത്. ഇതാ നമ്മൾ കണ്ട ആളുടെ പെങ്ങളാണ് ഇത്. ആങ്ങളെ കണ്ടു. ഞങ്ങൾ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ട് നിങ്ങളെ. നേരത്തെ ഞങ്ങൾ കുണ്ട്രേന്ന്. ഇത് ഗംഗ ചേച്ചിയും ബീന ചേച്ചിയും. ഇവരെ ഈ ചേച്ചി ഇവിടുന്ന് നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ്. ഇപ്പൊ വീട്ടിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പോകും. അമ്മ എവിടെയുള്ള ബീന ചേച്ചി എന്താ പറയുന്നത്? ഇത് പാലിയേറ്റീവ് വാർഡാണ്. ഈ ബിൽഡിംഗിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ. ഇപ്പൊ ഒരു 30 വർഷത്തോളമായി. ഇതും പാലിയേറ്റീവ് വാർഡാണ്. ഇത് ഫുൾ പാലിയേറ്റീവ് പേഷ്യൻസാണ്. ഇവിടെ ഈ അമ്മ എന്ന് പറയുന്ന കുന്തിക്കോടിയിൽ നിന്ന് വന്ന ഈ പേഷ്യന്റ് അവിടെ പൂട്ടിയിട്ടിരിക്കുമായിരുന്നു. എങ്ങനെ പൂട്ടിയിട്ട് ആ പേഷ്യൻ്റ് ആയിരുന്നു, മക്കൾ നോക്കത്തില്ലാതെ. അങ്ങനെ സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് നമുക്ക് ഓർഡർ വന്നത് പ്രകാരം ഏറ്റെടുത്താണ്. ഇവിടെ മിക്കവരും അങ്ങനെ കുറച്ച് പേരുണ്ട്. ആ അമ്മ ആള് ഇവിടെ ടോട്ടലി പാരലൈസ്ഡ് ആയിട്ട് പോയതാണ്. അതിനുശേഷം നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റ് കണ്ടിന്യൂസ് ചെയ്തവരെ അമ്മ ഇപ്പം എഴുന്നേറ്റ് അടങ്ങുന്നുണ്ട്. അങ്ങനെ കുറേ പേഷ്യൻസ് ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ മാക്സിമം നമ്മൾ ആൾക്കാരെ പറഞ്ഞ് അവരുടെ വീട്ടിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നവരെ വിടുന്നുണ്ട്. അല്ലാത്തവർ നമ്മളിവിടെ തന്നെ. അപ്പം നമ്മൾ ഇവിടുത്തെ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മുകളിലെല്ലാം പോയി ഇവിടുത്തെ അന്തേവാസികളെയൊക്കെ കണ്ടു. അപ്പം അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ എത്രയോ ഭാഗ്യം ചെയ്തവരാണെന്ന് നമുക്കിവിടെ വരുമ്പം തോന്നും. സങ്കടം വരും കാണുമ്പോൾ. ഇനിയിപ്പോൾ അവരുടെയൊക്കെ പ്രോഗ്രാം ഇവിടെ നടക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ചെന്ന് കാണുമ്പോഴാണ് നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് ഓരോന്നും മനസ്സിലാകുന്നത്. ഇത്രയും പേരുടെ ഭക്ഷണം, അവർക്കെല്ലാം മരുന്ന്, അവരുടെ കിടക്കകൾ, അവരുടെ ആ റൂം എല്ലാം വൃത്തിയാക്കുന്ന ഒക്കെ ജോലി ഏറ്റവും വലിയൊരു പണിയാണ് അവിടെ നടക്കുന്നത്. എന്തുമാത്രം ത്യാഗങ്ങളാണ് അവിടെ സഹിക്കുന്നുള്ളത്. ഒരു ദിവസത്തേക്ക് അവർക്ക് വരുന്നതായ ചിലവുകളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആശ്രയയുടെ നമ്പരും അഡ്രസ്സും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ അതൊരു കൈത്താങ്ങായിട്ട് മാറും. ആശ്രയയിൽ ചെന്നപ്പോഴും നമ്മൾ നല്ലൊരു സ്വീകരണമായിരുന്നു നമുക്കവിടെ കിട്ടിയത്. അവിടുത്തെ ഉള്ള അന്തേവാസികളെയൊക്കെ കാണിക്കാനായിട്ട് ഡൈന എന്ന ഒരു മോളായിരുന്നു നമ്മുടെ കൂടെ വന്നത്. അവിടുത്തെ സോഷ്യൽ വർക്കറാണ്. അപ്പോൾ അവിടുത്തെ ആ കുഞ്ഞുങ്ങൾക്ക് അവിടെ തന്നെ വളർന്ന് അവർ അവിടെ തന്നെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു. കുട്ടികൾക്ക് എന്തൊക്കെ കഴിവുകളാണോ ഉള്ളത് ആ കഴിവുകളെല്ലാം അവരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരികയും എല്ലാത്തിനും ഉള്ളതായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആശ്രയിലെ ഒരു പ്രത്യേകത. പിന്നെ സത്യത്തിൽ പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണെന്ന് നമ്മൾ കരുതിപ്പോവും. കാരണം പല പല അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സൗകര്യങ്ങളൊക്കെ കുറവാണ്. അത് ചെന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പം പലരുടെയും സഹായങ്ങൾ കൊണ്ടും സഹകരണം കൊണ്ടൊക്കെ മാത്രമാണ് ആശ്രയൊക്കെ ജോസാറ് ഇത്രയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളെ കൊണ്ടും ആവുന്ന രീതിയിൽ ആർക്കെങ്കിലുമൊക്കെ സഹായിക്കാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതായ പ്രസ്ഥാനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ കഴിവതും നമ്മുടെ മാതാപിതാക്കളെ ഒന്നും ഇങ്ങനെ കൊണ്ടുവന്ന് അനാഥാലയങ്ങളൊന്നും കൊണ്ടൊന്നും ആക്കാതെ ഇരിക്കുക. ആരോരുമില്ലാതെ എന്ന് വെച്ചാൽ അനാഥരായിട്ട് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് താമസിക്കുന്നവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് നല്ല കാര്യമാണ്. അസുഖങ്ങളൊക്കെ ഒന്ന് നോക്കാൻ ആളില്ലാത്തവരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ നമ്മുടെ കഷ്ടപ്പെട്ട് വളർത്തിയ നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും വൃദ്ധസ്ഥാനത്തിലോ അനാഥാലയത്തിലോ കൊണ്ടാക്കാതെ ഇരിക്കുക. അവർക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ജോലിക്കാരെയൊക്കെ നിർത്തി നമുക്ക് നോക്കാമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. പിന്നെന്ന് പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഉള്ള ഇത് ഞാൻ അങ്ങ് പറഞ്ഞു പോയതാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് നമ്മളെ നല്ല രീതിയിൽ അവർ ആദരവൊക്കെ തന്നു. കുറേ പേരുണ്ടായിരുന്നു, ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. നല്ല ആദരവും സ്വീകരണവും ഒക്കെ നമുക്ക് തന്നു.
മരുതമൺപള്ളി ഉയപ്പള്ളി. മൂന്നാമത് ശ്രീമതി ഷാനിഫ ബീബി, ആതുര സേവനം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിഭാഗത്തിന്റെ മേധാവി. ശ്രീമതി വിജയൻ ബാബുജി, സമര പോരാളി എന്നിവരൊക്കെയാണ് ആദ്യപ്പെടുന്ന സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നത്. അടുത്തതായി ശ്രീമതി സുമ സി കെ, അതിജീവനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും. അടുത്തതായിട്ട് ശ്രീമതി വിജി ബി ജി, വെല്ലുവിളികൾക്കെതിരെയുള്ള ക്രിയാത്മക പോരാട്ടം. അടുത്തതായിട്ട് ശ്രീമതി മിനി ഫിലിപ്പ്, മികച്ച കർഷക. അവിടെ ലോക വനിതാ ദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ആശ്രയയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രിയ പട്ടാടി മുരളി മാസ്റ്ററെ സ്നേഹ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. പരിപാടിയനുസരിച്ച് ആദ്യം ഈശ്വര പ്രാർത്ഥന ഗാനം ആലപിക്കുന്നതിനായി ശിശുവിന്റെ കുഞ്ഞുങ്ങളെ ക്ഷണിക്കുകയാണ്. എല്ലാവരും നിമിഷം പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിന്നാൽ ഉപകാരം. നന്മ ചെയ്യുവാനെന്നും ശക്തരാക്കേണമേ, ചെമ്മേ പിഴകൾ പൊറുക്കേണമേ. ആശ്രയം നൽകുന്ന ഈ അംഗീകാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സമൂഹത്തിൽ നിസ്തുലമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹൽ വ്യക്തികൾ കടന്നു വന്നതോടുകൂടി ആശ്രയയ്ക്കുള്ള മഹത്വം ഏറുകയാണ്. ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട മുരളി മാസ്റ്റർ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മൈലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദുജി നാഥ്, വെട്ടിക്കുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന പ്രിയ എസ് രഞ്ജിത് കുമാർ, വെട്ടിക്കുമല ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിരിക്കുന്ന ശ്രീമതി ദിവ്യ ചന്ദ്രശേഖർ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കുന്ന പ്രിയ ആവരശ്മി, പ്രിയ മോഹൻജി നായർ, ഒപ്പം ഇന്ന് അവാർഡ് സ്വീകരിക്കാനായി വന്നിരിക്കുന്ന സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, ആശ്രയിലെ ജീവനക്കാർ, ശിശുവിന്റെ കുഞ്ഞുങ്ങൾ, ഇവിടെ പാർക്കുന്ന എൻ്റെ കൂടപ്പിറപ്പുകൾ, മാതാപിതാക്കൾ, എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ വന്ദനം രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ശിവരാത്രിയുടെ എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്തു. വനിതകൾ ഇന്ന് 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന കരിത്തിരി എരിയുന്ന ഒരു വിളക്ക് എന്നുമല്ല, മലമുകളിൽ ശോഭിക്കുന്ന പ്രകാശമായിട്ടാണ് അത് നിലനിൽക്കുന്നത്. ഒരു കാലത്ത് അടുക്കളയിൽ അടുപ്പിലൂതുകയും അമ്മിക്കല്ലിൽ അരിക്കുകയും കിണറ്റിൽ നിന്ന് വെള്ളം കോരുകയും ഒക്കെ ചെയ്ത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതിനും വളർത്തുന്നതിനും വീട്ടിലെ മുറ്റമടിക്കുന്നതിനും വരുന്നവരെ ആതിഥ്യ മര്യാദയോടുകൂടി സ്വീകരിച്ച് സൽക്കരിച്ച് ആനയിക്കുന്നതിനും ഒക്കെയുള്ള ഒരു യന്ത്ര സമാനമായി പ്രവർത്തിച്ചിരുന്ന ഒരു പാളത്തിലൂടെ മാത്രം ഓടിക്കൊണ്ടിരുന്ന ജീവിത കഥയായിരുന്നു സ്ത്രീകൾക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഭാവിയുടെ ഭാഗതയെ മാറ്റിക്കുറിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തുനിന്ന് മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും സ്ത്രീകൾക്ക് ഏറ്റവും പ്രമുഖമായ മുഖ്യസ്ഥാനം അവർക്ക് ലഭിക്കുകയും അത് നന്നാം പുരുഷന്മാർ ചെയ്യുന്നതിനേക്കാൾ മനോഹരമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. സ്ത്രീകൾ വന്നുവിട്ടില്ലാത്ത മേഖലകളൊന്നുമില്ല. ഇന്ന് മരം കയറുന്നതിന് സ്ത്രീകളുണ്ട്, തെങ്ങ് കയറ്റ തൊഴിലാളികളുടെ സ്ത്രീകളുണ്ട്, വാഹനം ഓടിക്കുന്നവരുടെ കൂട്ടത്തിൽ സ്ത്രീകളുണ്ട്, ട്രെയിൻ ഓടിക്കുന്ന കൂട്ടത്തിൽ സ്ത്രീകളുണ്ട്, വിമാനം വർദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ സ്ത്രീകളുണ്ട്, യുദ്ധത്തിന്റെ മുൻനിരയിൽ സ്ത്രീകളുണ്ട്, സ്ത്രീകൾ ഇല്ലാത്ത രാഷ്ട്രീയത്തിന്റെ നേതൃസ്ഥാനത്ത് സ്ത്രീകളുണ്ട്, ഭരണസാന്നിധ്യം വഹിക്കുന്ന 50% അല്ലെങ്കിൽ 33% സ്ത്രീകൾക്ക് കരഗതമായിരിക്കുന്നു.
സ്ത്രീകൾക്ക് പുരുഷനുമായി തുല്യ പങ്ക്, തുല്യ പങ്കാളിത്തം, തുല്യ അവകാശം അത് അവരുടെ ഔദാര്യമല്ല, അവരുടെ അവകാശമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്കെല്ലാം അവസരങ്ങൾ ലഭിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ജീവിക്കുന്നത്. ശ്രീമതി സുമ തോമസ് തരകൻ പത്തനാപുരത്താണ് സ്വദേശം, തിരുവനന്തപുരത്താണ് താമസം. ഭർത്താവ് പ്രിയ തോമസ് തരകൻ സാറ് കൂടെ വന്നിട്ടുണ്ട്. മറ്റുള്ള ആളുകളിൽ നിന്ന് പ്രിയ സുമ മാഡത്തെ വ്യത്യസ്തമാക്കുന്നത് നമുക്കെല്ലാം ദൈവം 2 കിഡ്നി തന്നിട്ടുണ്ട്. മാഡത്തിന് 2 കൊടുത്തു, നമുക്ക് ഈ 2 തന്ന ദൈവം. അതിൽ ഒരെണ്ണം അറുത്ത് മാറ്റി ഒരു വൃക്കരോഗിക്ക് ദാനമായി നൽകി. അത് സ്വന്തം സമുദായത്തിലോ ബന്ധത്തിലോ ഒന്നുമല്ല, യാതൊരു വലിയമില്ലാത്താക്കാൻ കൊടുത്തത്. ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു വൃക്കദാനം. രക്തബന്ധമുള്ള ആളുകൾ മാത്രമേ വൃക്ക കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ടായി. അതിനെതിരെ കോടതിയിൽ പോയി വാദിച്ച് കേസ് വിജയിച്ചാണ് ആ വൃക്ക കൊടുത്തത്. നമ്മുടെ പ്രസ്ഥാനത്തെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. ഒരാണ്ടിലൊരു 4 തവണയെങ്കിലും ഇവിടെ വരാറുണ്ട്, ഇവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഈയിടെ അവർക്ക് എല്ലാവർക്കും മെഡിക്കൽ ക്യാമ്പ് നടത്തുകയുണ്ടായി. കുറേയേറെ ആളുകളാണ് കണ്ണട വെച്ചിരിക്കുന്ന ആളുകളൊക്കെ മാഡത്തിന്റെ നേതൃത്വത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിലൂടെ, നേത്ര ചികിത്സാ ക്യാമ്പിലൂടെ ശസ്ത്രക്രിയ നടത്തി ഈ സമൂഹത്തിന് ഈ ഭൂഗോളത്തെ കാണുന്നതിന്, ആകാശം കാണുന്നതിന്, അവരുടെ മുന്നിലുള്ള വ്യക്തികളുടെ മുഖം തിരിച്ചറിയുന്നതിനൊക്കെ അവസരമുണ്ടാക്കി കൊടുക്കുമാറ് അവർക്കൊക്കെ ഫലപ്രദമായ ചികിത്സ നൽകി. അങ്ങേ സൈഡിൽ നിൽക്കുന്ന ആളുകൾ കാലുകളില്ലാത്ത 5 പേർക്ക് കഴിഞ്ഞ ആഴ്ചയിൽ മാഡം ഇടവിട്ട് റോട്ടറി ക്ലബിന്റെ വകയായിട്ട് അവർക്കെല്ലാം കൃത്രിമ കാലുകൾ വെച്ചു കൊടുത്തു. കുറേയേറെ മാഡം പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ അത് വർണ്ണനാതീതമാണ്. നമ്മളെ സഹായിച്ചു എന്നുള്ളത് കൊണ്ടല്ല ഇവിടെ ആദരിക്കുന്നത്. അങ്ങനെ നമ്മളെ സഹായിക്കുന്നവരെ ആദരിക്കാനായി 1,00,000 ആളുകളെങ്കിലും പിടിച്ച് ആദരിക്കേണ്ടി വരും. അവിടെ ധാരാളം ആളുകൾ നിങ്ങളെല്ലാം ഈ പ്രസ്ഥാനത്തെ സഹായിക്കുന്നവരാണ്. ആശ്രയയുടെ മാതൃനാട് മാസിക എടുത്താൽ ആ മാസികയുടെ അവസാന പുറത്ത് അടിച്ചിരിക്കുന്ന പരസ്യം കൃഷ്ണ തുളസി കപ്പ് സിറപ്പിൻ്റെതാണ്. ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗിന്റെ ചുമതലയാണ്. ഹെഡ് നഴ്സായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന പോത്തൻകോട് സ്വദേശിയല്ലേ. ഇവിടെ കുറേയേറെ ആളുകളെ നമുക്ക് ഒന്നിച്ചു തന്നു. ഇവിടെ ശ്രീമതി ഷാനി ബാബി അവരുടെ ഞാൻ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീമതി വിജയം ബാബുജി മാഡത്തെ സ്നേഹത്തോടെ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സുമ മാഡമാണ്. പാലസ് ലാൻഡിന്റെ അമ്മച്ചിയുടെ മോളാണ്. പാലസ് ലാൻഡിലെ അമ്മച്ചിയുടെ മോളെന്ന നിലയ്ക്കാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ശ്രീമതി വിജിയാണ്. ഏറ്റവും മികച്ച കർഷക എന്ന നിലയ്ക്കാണ് നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്നത്. കൃഷി രീതിയിൽ വളരെയേറെ ശാസ്ത്രീയമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ വിജിയുടെ സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 1000-കണക്കിന് ആളുകൾ ഉള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. കൃഷി വിജ്ഞാനമൊക്കെ യൂട്യൂബിലെ നവമാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് കൃഷി ശാസ്ത്രീയമായ നിലയ്ക്ക് ആളുകളെ പരിശീലിപ്പിക്കുന്നത്. അങ്ങനെ ഒരു കാർഷിക രംഗത്തെ ഒരു ശാസ്ത്രജ്ഞ എന്ന നിലയ്ക്ക് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വമാണ് ശ്രീമതി മിനി ഫിലിപ്പ്. മിനി ഫിലിപ്പിന് ഇപ്പൊ ഞാൻ ഇവിടെ സ്വാഗതം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ വലിയ ഒരു സ്വാഗതം പറഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് അവിടെയും മിനി ഫിലിപ്പിന് ആദരവും അവാർഡും ഒക്കെ ഏറ്റുവാങ്ങാൻ എത്തേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ ആദരവ് ഏറ്റുവാങ്ങിയിട്ട് ഓടിച്ചെന്ന് അതും ഏറ്റുവാങ്ങേണ്ടതുണ്ട്. ബീച്ച് വിഷയം ഓടുന്നവർ ഓടിയെങ്കിലേ ഒക്കത്തുള്ളൂ. പ്രിയ വിജി ഫിലിപ്പിന്റെ ജീവിത പങ്കാളി പ്രിയ ഫിലിപ്പ് സാറും സന്നിഹിതനാണ്. രണ്ടുപേരെയും ചേർത്ത് ഈ യോഗത്തിലേക്ക് വിഷരഹിത പച്ചക്കറികളിലൂടെ വിഷമില്ലാത്ത അടുക്കള സൃഷ്ടിക്കുന്നതിനായി ജീവിതം മാറ്റിവെച്ച വ്യക്തിത്വമാണ് കൊല്ലം എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്ന ഭർത്താവിനോടൊപ്പം
22 വർഷങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സാധാരണ വീട്ടമ്മയായി ജീവിതം നയിച്ച മിനി ഫിലിപ്പ് 2015 നാട്ടിലെത്തി ചെറിയൊരു അടുക്കളത്തോട്ടമുണ്ടാക്കി സ്വന്തമായി പച്ചക്കറി ഉൽപ്പാദിച്ചു തുടങ്ങി. ജീവിതാനുഭവങ്ങളിൽ നിന്നും നേടിയ അറിവുകളും പരിശീലന പരിപാടികളിൽ നിന്നും ലഭിച്ച പുത്തൻ കാഴ്ചപ്പാടുകളും മണ്ണിലേക്ക് പറിച്ചു നട്ടപ്പോൾ ശ്രീമതി മിനി ഫിലിപ്പ് രചിച്ചത് പുതിയ ചരിത്രം. ഇന്ന് ഏകദേശം 7.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലിലൂടെ വിഷരഹിത അടുക്കളത്തോട്ടത്തിന്റെ പ്രാധാന്യവും പുത്തൻ വിളകളെക്കുറിച്ചും കൃഷി രീതികളെക്കുറിച്ചും ദിനംപ്രതി തന്റെ ചാനലിലൂടെ ലോകത്തോട് സംസാരിക്കുന്നു. അതോടൊപ്പം നാടൻ പച്ചക്കറി വിത്തുകളും ഗ്രോ ബാഗുകളും നിർമ്മിച്ച് സമൂഹത്തിന് നൽകി വരുന്നു. മിനി ലൈഫ് സ്റ്റൈൽ എന്ന പേരിൽ സ്വന്തമായി വെബ്സൈറ്റും വഴിയും തന്റെ അനുഭവങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. നവമാധ്യമങ്ങളിലൂടെ നാട്ടറിവുകളെ പങ്കുവച്ച് വിഷരഹിത അടുക്കള സൃഷ്ടിക്കുന്ന ശ്രീമതി മിനി ഫിലിപ്പിന് ആശ്രയ പ്രസ്ഥാനത്തിന്റെ ആദരവ് സമർപ്പിക്കുന്നു. ഭർത്താവ് കെ ഫിലിപ്പ്, മകൻ അബിൻ കെ ഫിലിപ്പ്, മകൾ മെറിൻ കെ ഫിലിപ്പ്. പിന്നെന്ന് വെച്ചാൽ നമുക്ക് അവിടുത്തെ പ്രോഗ്രാം എല്ലാം തീരുന്നതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. കാരണം എനിക്ക് എൻ്റെ വലിയ പള്ളിയിലും ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പള്ളിയിൽ വെച്ച് തന്നെയായിരുന്നു ഈ വർഷത്തെ വനിതാ സമ്മേളനം, ഭദ്രാസന തലത്തിലുള്ളതായ വനിതാ സമ്മേളനം നടന്നത്. അപ്പം എനിക്ക് അവിടെ ഒരു ചെറിയൊരു പരിപാടിയിൽ എത്തേണ്ടതുകൊണ്ട് അവിടുത്തെ കലയപുരത്തെ ആദരിക്കലൊക്കെ ഒന്ന് പെട്ടെന്ന് ഞങ്ങൾ വരികയായിരുന്നു. എനിക്ക് എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭദ്രാസനത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നമ്മുടെ സഭയിൽ നിന്ന് ഒരു കൈസഹായം, ഒരു കൈത്താങ്ങ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തിരുമേനിയുടെ സാന്നിധ്യത്തിൽ നമ്മൾ അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത്. അങ്ങനെ അതും തക്ക സമയത്ത് വന്നിട്ട് നിർവഹിക്കാനായിട്ട് സാധിച്ചു. അപ്പം രണ്ടിനും പോകാൻ പറ്റുമോ പറ്റത്തില്ലയോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിലും ദൈവം രണ്ടിനും തക്ക സമയത്ത് ചെല്ലാനും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തി തരുവാനും ദൈവം സഹായിച്ചു എന്നുള്ളതാണ്. നമുക്ക് ഈ കിട്ടുന്നതായ അവസരങ്ങളുണ്ടല്ലോ, ഏതൊരവസ്ഥ ചെറുതാണെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും അവസരങ്ങളെ നമ്മൾ പാഴാക്കി കളയാതെ ഇരിക്കുക. എങ്ങനെയെങ്കിലും നമ്മൾ ആ അവസരത്തിൽ നമ്മൾ ചെന്ന് പറ്റുക, അതിൽ സംബന്ധിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. എനിക്കിന്നും അതേപോലെ തന്നെ പല സന്ദർഭങ്ങളിലും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. 5 വർഷമായി മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ ചിലവ് കുറഞ്ഞ രീതിയിൽ ജൈവ പച്ചക്കറി കൃഷി എങ്ങനെ ചെയ്യാമെന്ന്, അതിൽ നിന്ന് കിട്ടുന്ന വിളവുകൾ കൊണ്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാനും ഈ ചാനലിലൂടെ മിനി പഠിപ്പിക്കുന്നു. ഏകദേശം 7,67,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. കേരളത്തിലുടനീളം നൂതനമായ കൃഷിയെപ്പറ്റിയും പലതരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും ക്ലാസുകൾ എടുക്കുകയും അവരാൽ ആദരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ശ്രീമതി മിനി ഫിലിപ്പിനെ സഹായ വിതരണത്തിനായി ക്ഷണിച്ചുകൊണ്ട് എല്ലാവരും നല്ല പ്രസംഗങ്ങളും ക്ലാസ്സും എല്ലാം കേട്ട് വിശന്ന് തളർന്നിരിക്കുന്ന സമയത്ത് ഞാൻ വലിയ പ്രസംഗമൊന്നും പറയാനായിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, യൂട്യൂബിൽ പറയുന്നത് പോലെ ഞാൻ നിങ്ങളൊക്കെ മിനി പറയുമോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുകയായിരിക്കും. ഒന്നും വേണ്ട. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ ഭദ്രാസനത്തിൽ നിന്ന് നമുക്ക് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വിവാഹ ധനസഹായം കൊടുക്കുന്നത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വിവാഹം ചെയ്ത് അയക്കണമെന്നുള്ളത്. പക്ഷേ കുറേ പേർക്കൊക്കെ സാധിക്കും, കുറേ പേർക്ക് അങ്ങനെ സാധിക്കുന്നില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നമ്മുടെ സഭയിലെ ഓരോ അംഗങ്ങളും കൊടുക്കുന്നതായ അവരുടെ വരുമാനത്തിൽ നിന്ന് കിട്ടുന്നതായ ഒരു ചെറിയ വരുമാനം ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ സഭകളിൽ ഏൽപ്പിക്കുകയും ഈ സമയം അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്ക് കിട്ടുന്നതായ ഈ വിമൻസ് ഡേയിൽ കിട്ടുന്നതായ അവസരം, നമുക്ക് ആർക്കാണെങ്കിലും ഓരോ അവസരങ്ങൾ കിട്ടിയാൽ നമ്മൾ പാഴാക്കാതെ ഇരിക്കുക, ആ അവസരങ്ങളെ നമ്മൾ വിനിയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിനെ കുറിച്ചൊക്കെ ഇവിടെ ലൈറ്റ് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. വെറുതെ വീട്ടിലിരുന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ്, എൻ്റെ മോന് തോന്നിയ ഒരു ഐഡിയ ആണ്. ഇങ്ങനെ മമ്മി കൊണ്ട് പറ്റും, ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരെയൊക്കെ ഒന്ന് ഉത്സാഹത്തോടെ കൃഷിയിലേക്ക് കൊണ്ടുവരികയും വിഷമില്ലാത്ത പച്ചക്കറികൾ വീട്ടിൽ തന്നെ കഴിക്കാമെന്നും അങ്ങനെ നമുക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ കുറേ ആശ്വാസം ലഭിക്കുന്നതൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കൊടുക്കുന്നതായ മെസ്സേജ്.
അപ്പം കുറേ പേര് അത് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന കുറേ പേരുടെയൊക്കെ മിനി സ്റ്റേഷനിൽ കാണുന്നവരൊക്കെ തന്നെ ആയിരിക്കാം. ഈ വനിതാ ദിനത്തിൽ എനിക്കും ഇങ്ങനെയൊരു അവസരം തന്നതിൽ അഭിമന്യ തിരുമേനിയോടും വൈദിക ശ്രേഷ്ഠ കമ്മിറ്റി അംഗങ്ങൾ, സമാജാംഗങ്ങൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. കൊല്ലം ഭദ്രാസനത്തിലെ എല്ലാ ഇടവകകളിൽ നിന്നും വനിതകൾ നമ്മുടെ കുണ്ട്ര വലിയ പള്ളിയിൽ എത്തുകയും അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ പള്ളിയിൽ 1000-ഓളം ലേഡീസ് സംബന്ധിച്ചിരുന്നു. അവർക്കെല്ലാം ഭക്ഷണവും തക്ക സമയത്ത് അവർക്ക് വേണ്ടതായ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ വെള്ളം, ഇതെല്ലാം തക്ക സമയത്ത് കൊടുക്കാനായിട്ട് സാധിച്ചു. എല്ലാം നല്ലൊരു അനുഗ്രഹപ്രദമായിട്ടായിരുന്നു ഈ പ്രാവശ്യത്തെ വനിതാ ദിനം നമ്മളിവിടെ നടത്തിയത്. 1975 ഐക്യരാഷ്ട്രസഭ മാർച്ച് 8 വനിതാ ദിനമായിട്ട് ആഘോഷിച്ച് തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെയും നല്ല രീതിയിൽ ഓരോ വർഷം കഴിയും തോറും നല്ല രീതിയിൽ മഹിളാ ദിനങ്ങളൊക്കെ കൊണ്ടാടുന്നുണ്ട്. അപ്പം നമ്മുടെ സഭയും അതേപോലെ തന്നെ മഹിളകൾക്ക് നല്ലൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പള്ളിയിൽ ഇന്ന് ഇത്രയും മഹിളകൾ വന്നു. മഹിളകളുടെ ഒരു മഹാസമുദ്രം തന്നെയായിരുന്നു ഇന്ന് ഞങ്ങളുടെ കുണ്ട്ര വലിയ പള്ളി. നമുക്ക് എന്തെങ്കിലും മനസ്സിനകത്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ അടക്കി ഇങ്ങനെ അടുക്കളയിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു രീതിയാണുള്ളത്. പക്ഷേങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പല മേഖലകളിലും സ്ത്രീകൾ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായിട്ടും പഠിച്ചു നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലാതെ ജോലിക്ക് വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മുടെ മുന്നിൽ തന്നെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് നമ്മൾ ശരിയായിട്ട് അത് പ്രയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം നമുക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നത് നല്ലതാണോ നല്ലതല്ലയോ എന്ന് ദൈവത്തോട് ചോദിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീ ഒരു വീടിൻ്റെ വിളക്കാണ്. പിന്നെ സ്ത്രീയും പുരുഷൻ നമ്മുടെ വീടിൻ്റെ നട്ടെല്ലാണ്. അപ്പം രണ്ടുപേരും കൂടെ ഒത്തൊരുമിച്ച് നമ്മുടെ കുടുംബമായിട്ട് ഒത്തൊരുമിച്ച് പോയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പം എൻ്റെ കാര്യം തന്നെയാണെന്നുണ്ടെങ്കിലും എനിക്കിന്ന് ഇത്രയൊക്കെ ദൈവം ഒരുക്കി തന്നിരിക്കുന്നത് ഞങ്ങളെല്ലാവരോടും ഒത്തൊരുമിച്ചുള്ള ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ തുടങ്ങിയിട്ട് ഒരു 5 വർഷത്തോളമായി. 7,68,000 പേര് എന്നെ ഇപ്പം ഫോളോ ചെയ്യുന്നുണ്ട്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നഴ്സറി കുഞ്ഞുങ്ങളും മുതൽ 75 വയസ്സ് വരെയുള്ള അമ്മമാർ വരെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുകയും അവർ ഈ കൃഷിയൊക്കെ ചെയ്യുകയും അതുപോലെ അതിൽ നിന്നുള്ളതായ വിളവുകളൊക്കെ എടുത്തിട്ട് തീന്മേശയിൽ നല്ല ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി കഴിക്കുകയൊക്കെ ചെയ്തിട്ട് എന്നെ മെസ്സേജിലൂടെയും കമൻറ്റിലൂടെയൊക്കെ ഇങ്ങനെ അവരുടെ സന്തോഷങ്ങൾ അറിയിക്കാറുണ്ട്. ഞാനും ഇതേപോലെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടി കഴിയേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയും അവസരങ്ങളൊക്കെ നമ്മളൊന്നും മുന്നിട്ടിറങ്ങിയാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ പ്രവർത്തിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉയരങ്ങളിലെത്താനായിട്ട് സാധിക്കും. എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരുപാട് ഉയരങ്ങളിലെത്താനായിട്ട് സാധിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈ വനിതാ ദിനം എല്ലാവർക്കും ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.